ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മല്ലു ടെക്കീസ്. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബജാജ് ഫിൻസർവിൻ്റെ EMI കാർഡ് എങ്ങനെ ഓൺലൈനായിട്ട് എടുക്കാമെന്നുള്ളതാണ്. എങ്കിലും ഞാൻ ഓൺലൈനായിട്ട് എടുക്കുന്നതിന് മുമ്പ് എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരാളെന്നുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. കറക്റ്റായിട്ട് നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഏതൊക്കെ രീതിക്ക് വേണം നമ്മൾ പൈസ പോകും, ഇതുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഒന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ഈ ബജാജ് ഫിൻസർവിൻ്റെ കാർഡ് നിങ്ങൾ എൻ്റെ മൊബൈലിൽ തന്നെ കാണാൻ സാധിക്കും. ബജാജ് ഫിൻസർവിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്രോമിനകത്താണെങ്കിൽ ക്രോമിനകത്ത് കയറിയിട്ട് ബജാജ് ഫിൻസർ EMI കാർഡ് എന്ന് അടിക്കുമ്പോഴത്തേക്കും അത് ഇവിടെ ഇങ്ങനെ ഒരു ലിങ്ക് വരും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ നമ്പരും ഇവിടെ അത് ഒരു 3 ലക്ഷം രൂപ വരെ ഉള്ള ലിമിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളെ നമ്പർ കൊടുത്തിട്ട് ഈ ഗെറ്റ് നൗ എന്ന് കൊടുക്കുന്നത് i+90 നടക്കുന്നിടത്ത് നമ്മളെ നമ്പർ കൊടുത്തിട്ട് ഗെറ്റ് നൗ എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു OTP വരും. OTP വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിനകത്ത് കൊടുക്കാനുള്ള നമ്പർ എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തേക്കുന്നതും അതുപോലെ തന്നെ ആധാർ, മറ്റ് ഐഡികൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാൻ കാർഡ്, ഇങ്ങനെയൊക്കെയുള്ള ബാങ്ക് അക്കൗണ്ടും എല്ലാവർക്കും ചേർന്നിട്ടുള്ള ആ ഒരു നമ്പർ മാത്രമാണ് ഇവിടെ കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അതിനകത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഗെറ്റ് നൗ എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് നേരത്തെ KYC അപ്ഡേഷനൊക്കെ നടന്നിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് പ്ലേ സ്റ്റോറിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ബജാജ് ഫിൻസർവിൻ്റെ ആപ്ലിക്കേഷനകത്തിനുണ്ട്. അതെടുക്കുന്നതായിരിക്കും ഇത്തിരി കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വലിയ ഒരു ഫീച്ചറും കാര്യങ്ങളൊന്നുള്ള ഇതല്ല, ശകലം കുറച്ച് ഹാങ് ഒക്കെയാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ സൈറ്റിനകത്താണ് ഇത്തിരി കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളിവിടെ ഗെറ്റ് നൗ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു OTP വരും. OTP വന്നതിന് ശേഷം KYC അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മളെ പാൻ കാർഡ് ഡീറ്റെയിൽ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴത്തേക്ക് അവർ ഈ 3 ലക്ഷം രൂപ ഇതിനകത്ത് കൊടുത്തേക്കണമെങ്കിൽ നമ്മളുടെ ആ ഒരു സിവിൽ സ്കോർ വെച്ചിട്ട് എത്ര രൂപ നമുക്ക് അനുവദിക്കാൻ പറ്റുമോ ആ ഒരു രീതിയിലാണ് അവർ കാണിക്കുന്നത്. എനിക്കൊരു 40,000 രൂപയാണ് ആദ്യം കാണിച്ചിരുന്നത്. അപ്പോഴത്തേക്ക് 40,000 രൂപ കാണിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം എത്ര രൂപ കിട്ടുമെന്നൊരു ലിമിറ്റാണ്. നമുക്ക് മാക്സിമം പർച്ചേസ് ചെയ്യാനുള്ളതും അതുപോലെ ലിമിറ്റും കാണും. എന്നിട്ട് അത് കഴിഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ഫീസ് അടയ്ക്കാനായിട്ട് കാണിക്കും. ഒരു 530 രൂപയാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു ഫീസ് അടയ്ക്കാനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇത് ക്യാഷ് അടച്ച് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഞാൻ അടച്ചതാണ്, അബദ്ധം പറ്റി, അടച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എനിക്കൊരു കാർഡിൻ്റെ ഇതൊക്കെ കിട്ടി കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ആ പൈസ അടച്ചതിന് ശേഷം ബജാജ് ഫിൻസർവിൻ്റെ ഇത് ഓപ്പൺ ആക്കിയിട്ട് എൻ്റെ അക്കൗണ്ടിനകത്ത് ഞാൻ ഒന്ന് ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതിന് ഇവിടെ EMI കാർഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റർ യുവർ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് ഞാനിപ്പോൾ ഓൾറെഡി കാർഡ് എടുത്തിട്ടുള്ളതാണ്, ഞാൻ മറ്റേ 530 രൂപ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ കാർഡിൻ്റെ ഇത് ഓപ്പണായി വരും. അങ്ങനെ കൂടെ കാണാൻ സാധിക്കും 40,000 രൂപ വരെയാണ് അവർ ലിമിറ്റ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് കാർഡ് നമ്പർ എന്നുള്ളത് ഓറഞ്ച് കളർ കാണുന്നില്ല, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നമ്പർ ഇവിടെ ഓണായി വരും, കാണാൻ പറ്റും നമുക്ക്. ഇപ്പം ഞാൻ ഇതും കൊണ്ടിട്ട്, അതായത് നമ്മൾ ഈ ഒരു കാർഡ് എടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഫസ്റ്റ്, അതായത് നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് ഒന്നും അടയ്ക്കാതെ ഈ 40,000 രൂപയ്ക്കകത്ത് EMIയിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനും ഓഫ്ലൈനായിട്ട് അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് പോയി അങ്ങനെ പർച്ചേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. പക്ഷേ നമുക്ക് ഇതുകൊണ്ട് ഒരു ഉപയോഗമില്ല, വെറുതെ 530 രൂപ കളയാമെന്നല്ലാതെ ഇതിനെക്കൊണ്ട് ഒരു ഉപയോഗമില്ല. ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ, ഈ 530 രൂപ അവന്മാർക്ക് കൊടുത്ത് ഇതുപോലെ എത്രയോ ആൾക്കാർ ഓരോരുത്തർ വീഡിയോ കണ്ടിട്ട് ഈ 530 രൂപ ചിടയ്ക്കുന്നുണ്ട്. പാവപ്പെട്ടവന്മാർ അത്രയും പൈസയെ പോകുന്നില്ലേ. ഇത് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് ഫസ്റ്റ് ആദ്യമായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇത് ഓഫ്ലൈനായിട്ടേ പർച്ചേസ് ചെയ്യാൻ പറ്റൂ. കാരണം ഒരു 5 മാസം മുമ്പ് വരെ ഫ്ലിപ്കാർട്ടിനകത്ത് ഈ ഫിൻസർ കാർഡ് വെച്ചെടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മൊത്തത്തിലെടുത്ത് മാറ്റി. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ EMI ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അത് IDFC ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും എല്ലാം ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത് മാറ്റി. ഇപ്പം നമുക്കിത് ഇതിനകത്ത് തന്നെ ഉണ്ട്. അതായത് ഇതിനകത്ത് തന്നെ ഷോപ്പ് ഇവിടെ താഴെ കാണുന്നില്ലേ നിങ്ങൾ, ലാപ്ടോപ്പ്, വാഷിംഗ് മെഷീൻ, LED TV. ഇതിന് ആപ്പിൾ ഐഫോണൊന്നും ഇല്ല കേട്ടോ. ഇതിൽ ഐഫോണൊക്കെ ചുമ്മാ കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് സാംസങ്ങിൻ്റെ ഫോണൊക്കെയാണ് വരുന്നത്. ഐഫോണൊന്നും ഇതിനകത്ത് ഇരുന്നില്ല. ബാക്കിയുള്ള കുറേ കുറഞ്ഞ ഫോണുകളൊക്കെ ഉണ്ട്. അങ്ങനെ അതിനകത്തുനിന്ന് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്തുനിന്ന് നോക്കിയപ്പോഴത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട്, അതായത് EMI കാർഡ് എടുത്തിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ ഓഫ്ലൈനായിട്ട്, ഇപ്പോൾ ഇവർ പല വീഡിയോകളിലും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡ് എടുത്തിട്ട് ഈ നമ്പർ എടുത്തിട്ട് നേരെ നമ്മൾ അടുത്തുള്ള ഒരു ഷോപ്പിൽ കൊണ്ടുപോവുക, അവിടെ കൊണ്ടുപോയിട്ട് ഈ കാർഡിൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അവർ ഫോൺ നമുക്ക് തരും എന്നൊക്കെ ഉള്ള രീതിയാണ് പറയുന്നത്. ഇതെല്ലാം വെറുതെ കള്ളത്തരമാണ്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവിടെ ഈ 530 രൂപ നമ്മൾ പേയ്മെൻറ്റ് ഇവിടെ ഓൺലൈൻ ചെയ്തിട്ട് കാർഡുമായിട്ടാണ് നമ്മളവിടെ പോകുന്നത്. അത് നമുക്ക് കാർഡ് ഇതിനകത്ത് കിട്ടില്ല, നമുക്ക് ഇതിനകത്ത് ഈ ആപ്ലിക്കേഷനകത്ത് കിട്ടുള്ളൂ. ഇത് ഈ കാർഡ് നമ്പർ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. ഇതും കൊണ്ട് ഞാൻ അവിടെ പോയി, ഞാൻ പോയ സംഭവമാണ് പറയുന്നത്. ഇത് അവിടെ കൊണ്ടുപോയി ചെന്നപ്പോഴത്തേക്കെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ നിങ്ങൾ
ഈ 530 രൂപ അതിലടച്ചത് മണ്ടത്തരമായിപ്പോയി എന്നവർ പറയുന്നുണ്ട്. കാരണം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു പ്രത്യേകം KYC അപ്ഡേഷൻ, മറ്റ് നമ്മളെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും കൊണ്ടുപോകണം. നമ്മൾ സാധാരണ ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് നമ്മളിപ്പോൾ മൊബൈലൊക്കെ ഫിനാൻസിന് എടുക്കാൻ പോകുമ്പോൾ എന്തെല്ലാം കൊണ്ടുപോകണം അതെല്ലാം അവിടെ കൊണ്ടുപോകണം. രണ്ടാമത് അവർ ഒന്നുകൂടെ അവിടെ KYC അപ്ഡേഷനൊക്കെ ചെയ്ത് അതിന് ഏകദേശം 630 രൂപയുടെ ചാർജ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ മൊബൈൽ വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ 630 രൂപ അവന്മാർ ആ ലോണിൻ്റെ അതിൽ കൂടെ കയറ്റി എല്ലാം കറക്റ്റ് ചെയ്ത് അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് അറിയില്ല, നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് അറിയാനൊന്നും പോകണില്ല. അവിടെ 630 രൂപ അഡീഷണലായിട്ട് ആവുമെന്ന് അറിയില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഫോൺ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് ചെയ്താൽ പോരെ. നമ്മൾ ആദ്യമേ ഈ EMI കാർഡ് എടുത്ത് ഇതിനകത്ത് പൈസയും കളഞ്ഞിട്ട് അവിടെ പോയി പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ എന്തുമാത്രം ടെൻഷൻ അടിച്ചാണ് ഈ കാർഡൊക്കെ ചെയ്യുന്നത്. നമുക്കതൊരു ബുദ്ധിമുട്ടല്ലാതെ നമുക്ക് അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഈ കാർഡ് എടുക്കാൻ നമ്മൾ നോക്കുന്നത്. ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഇത്ര ലിമിറ്റുണ്ട്. ഈ 40,000 രൂപ ലിമിറ്റ് കാണിക്കണമെങ്കിൽ ഈ 40,000 രൂപയൊന്നും കിട്ടില്ല. ഇപ്പോൾ എനിക്ക് ഈ 40,000 രൂപ ലിമിറ്റ് കാണിച്ചിട്ട് പോലും ഒരു ഇതിൽ നോക്കുമ്പോഴത്തേക്ക് ബജാജിൻ്റെ ഇതിൽ നോക്കിയപ്പോഴത്തേക്ക് വെറും 25,000 രൂപയാണ് അവരകത്ത് കാണിക്കുന്നത്. 40,000 ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, പക്ഷേ മാക്സിമം ലിമിറ്റ് കാണിക്കുന്ന അവർ അതിൽ നോക്കുമ്പോഴത്തേക്ക് 25,000 രൂപ നമുക്ക് ഫസ്റ്റ് എടുക്കാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ ഈ ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് അതിനടയ്ക്കണം. അതിപ്പം ഈ ഓൺലൈൻ കാർഡ് വെച്ച് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാലും ശരി തന്നെ, ഒരു പക്ഷേ ഇനി എനേബിൾ ആയി വന്നു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് പേയ്മെൻറ്റ് നമ്മൾ അടച്ചേ പറ്റുള്ളൂ. ഒരു 15,000 രൂപ മൊബൈലാണ് എടുക്കണമെങ്കിൽ ഏകദേശം 5,000 രൂപയെങ്കിലും അടയ്ക്കേണ്ടി വരും. 5,000 രൂപ അല്ലെങ്കിൽ 4,000 രൂപ ഇത് എന്തായാലും അടയ്ക്കേണ്ടി വരും ഡൗൺ പേയ്മെൻ്റ് ആയിട്ട്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കാർഡ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനേക്കാളും നമുക്ക് സിവിൽ സ്കോർ ചെക്ക് ചെയ്തിട്ട് ഞാൻ ഒരു 1 സ്കോർ എന്നും പറഞ്ഞൊരു ഇത് കാണിച്ചു തരാം. 1 സ്കോർ എന്നും പറഞ്ഞ് നമ്മൾ പ്ലേ സ്റ്റോറിനകത്തൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. 1 സ്കോർ എന്ന് അടിച്ചാൽ മതി. അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സിവിൽ സ്കോർ അതിനകത്ത് തെളിഞ്ഞവർ ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ സിവിൽ സ്കോർ നമുക്ക് എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഏകദേശം 630 മുകളിലോട്ടുള്ളതൊക്കെ 630 മുകളിലോട്ട് സിവിൽ സ്കോർ ഉള്ളവർക്കൊക്കെ എല്ലാം കിട്ടുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല, കറക്റ്റായി കിട്ടുന്നുണ്ട്. മൊബൈലിൻ്റെ നമുക്ക് ഫിനാൻസും കാര്യങ്ങളെല്ലാം കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇപ്പോൾ എൻ്റെ സിവിൽ സ്കോർ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. വേറെ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ആപ്ലിക്കേഷനും പിന്നെ ഗൂഗിൾ പേയും ഓക്കെയാണ്. ഗൂഗിൾ പേയ്ക്കകത്ത് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനേക്കാലത്ത് കൂടെ സിമ്പിളായിട്ട് ഇത് നോക്കാമെന്ന് പറയുന്നത്. ഇത് മൈ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ്ട് മൈ ലോൺ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് പേഴ്സണൽ ലോൺ എടുത്തേക്കാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ എൻ്റെ ഇതിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ട് പേ ലെറ്ററിൽ അവന്മാർ തന്നേക്കുന്ന ലിമിറ്റാണ് കാണിക്കുന്നത്. അത് പക്ഷേ അവന്മാർ നമുക്ക് ലോൺ തന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സിവിലിന് പ്രശ്നമില്ലെങ്കിലും വേറെ ഇത് എന്തെങ്കിലും ചെക്ക് ചെയ്യുമ്പോൾ 80,000 രൂപ ഒരു ഇന്നതുപോലെ എടുത്തേക്കാണ് എന്നുള്ളൊരിത് കാണിക്കും. ഇത് ക്യാൻസൽ ചെയ്യാനുള്ളൊരു വീഡിയോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് ക്യാൻസൽ ചെയ്ത് കളയാന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇതിനകത്ത് ഈ കാർഡ് ഉപയോഗിച്ച് വാങ്ങുന്നതിനേക്കാളും നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മൊബൈൽ ഷോപ്പിൽ പോവുക. മൊബൈൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഐഡിയും കാര്യങ്ങളിലൊക്കെ കൊടുക്കുക. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബജാജ് ഫിൻസർവിൻ്റെ എനിക്ക് തോന്നുന്നു 24% പലിശയുണ്ട്. അത് ഇത്തിരി കൂടിയ പലിശ തന്നെയാണ്. പിന്നെ മറ്റ് ബാങ്കുകളെ അപേക്ഷിച്ച് ഈ ഒരു മഹീന്ദ്ര കൊടാക് ബാങ്ക് അങ്ങനെ എന്തോ കൊണ്ടുണ്ട്. അതൊക്കെ നോക്കുമ്പോഴത്തേക്ക് 18% നമ്മളിപ്പോൾ അത് പലിശ നോക്കിയിട്ട് കാര്യമില്ല, ആവശ്യം നമ്മുടേതാണ്. ഇപ്പോൾ 24% നമുക്ക് ആവശ്യം ഉണ്ടല്ലോ, എടുക്കാനേ പറ്റുള്ളൂ. ഏത് കിട്ടുന്ന അതിനകത്ത് തന്നെ ലോൺ എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. നിങ്ങൾ ഒരു കാരണവശാലും ഈ ഓൺലൈനിൽ നിന്നുള്ള ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കരുത്. കാരണം നമ്മൾ ആ മൊബൈൽ ഷോപ്പിൽ പോയിട്ട് നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി അവിടെ തന്നെ അവർ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ എന്തായാലും ഈ ഫസ്റ്റ് പേയ്മെൻറ്റ് അടച്ചേ പറ്റുള്ളൂ. അതിപ്പോൾ നമ്മൾ മൊബൈൽ ഷോപ്പിൽ പോയി അടച്ചാൽ പോരെ. ഇത്രയും നമ്മൾ റിസ്ക് എടുത്ത് ഈ കാർഡ് കൊടുത്ത് ഇതിലെ പൈസയും കളഞ്ഞ് പോവേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഈ കാർഡിനായിട്ട് നിൽക്കരുത്. നിങ്ങൾ വിചാരിക്കുന്ന അത്ര സിമ്പിളൊന്നുമല്ല. വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രയോ രൂപ ഞാൻ ഓരോ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഏകദേശം ഈ 231K 500K ആൾക്കാർ, ഇതിലുള്ള ഈ 500K ആൾക്കാർ കാണുന്നതിൽ ഒരു ഏകദേശം 1,00,000 പേരെങ്കിലും എനിക്ക് തോന്നുന്നു ഇതുപോലെ പേയ്മെൻറ്റൊക്കെ ചെയ്ത് കാണും. പിന്നെ അവർ ഓരോരുത്തർ വെച്ച് കിട്ടുന്നത് അവരതങ്ങ് കളയുന്നു. അത്രയും രൂപ യുവമാർക്ക് കിട്ടുമ്പോഴത്തേക്ക് അത് ഈ വീഡിയോ പ്രൊമോട്ട് ചെയ്യണവന്മാരാണ് ആദ്യം തല്ലാനുള്ളത്. അപ്പോൾ നിങ്ങളിങ്ങനെയുള്ള ചതിക്കുഴികളൊന്നും ചെന്ന് വീഴാതിരിക്കുക. ഇത് എനിക്ക് അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ട്, എനിക്ക് അത്ര വിഷമമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ഇനി മറ്റൊരാൾ ഇതിൽ ഇങ്ങനെ പോയി വീഴരുത്. ഇത് നമ്മൾ ഷോപ്പിലൊക്കെ പോയി വാങ്ങുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.